SoulSoukyaയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാര ലൈൻ ആൻഡ് റെഗുലേഷൻ ഓഫ് സോളാർ പ്ലക്സസ്. ഹാര ലൈൻ എന്നത് നമ്മുടെ സഹസ്രാര ചക്രയിലൂടെ, നട്ടെല്ലിലൂടെ, സുഷുമ്നയിലൂടെ, ഷഡാധാര ചക്രകളിലൂടെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ്. നമ്മളുടെ ശരീരത്തിലെ പ്രധാന നാഡീകേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ ഹാര ലൈനിന് അകത്ത് വരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും നാഡീകേന്ദ്രങ്ങളുടെ സ്ഥാനം വ്യതിചലിക്കുകയാണെങ്കിൽ ഹാര ലൈൻ ലംബമല്ലാതെ വരുന്നു. നാഡികളുടെ ചലനത്തിൽ, വിന്യാസത്തിൽ അപ്പോൾ വ്യത്യാസമുണ്ടാകുന്നു. ഇത് ശാരീരികമോ മാനസികമോ ആയ രോഗാവസ്ഥകൾക്ക് കാരണമായി തീരുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്തുള്ള ഒരു മർമ്മകേന്ദ്രമാണ് സോളാർ പ്ലക്സസ്. ഇതിനെ ഹാര ചക്ര എന്നും വിളിക്കുന്നുണ്ട്. നമ്മുടെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ സ്ഥാനചലനം കൊണ്ട് പല രോഗാവസ്ഥകളും ഉണ്ടാകും. അസിഡിറ്റി, അൾസർ, ഹെർണിയ, കോൺസ്റ്റിപ്പേഷൻ, ഛർദി, നടുവേദന, ഇത്തരം പല രോഗാവസ്ഥകളും സോളാർ പ്ലക്സസിൻ്റെ സ്ഥാനഭ്രംശം കൊണ്ടുണ്ടാകും. ഏതൊരു മാനസികമോ ശാരീരികമോ ആയ രോഗാവസ്ഥകളിലൊക്കെ സോളാർ പ്ലക്സസിൻ്റെ സ്ഥാനം വ്യതിചലിക്കുന്നതായാണ് കാണപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഈ സോളാർ പ്ലക്സസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. പല രീതികളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു രീതിയാണ് റിഫ്ലക്സോളജി പോയിന്റ് ആക്ടിവേഷൻ. നമ്മുടെ കയ്യിൽ നടുക്കായി കാണുന്നതാണ് സോളാർ പ്ലക്സസിൻ്റെ മർമ്മകേന്ദ്രം. ഈ മർമ്മകേന്ദ്രത്തിൽ അതിരാവിലെ നമ്മൾ പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ഒരു 9 തവണ മർദ്ദം കൊടുക്കുകയും ഇടവിട്ട് മർദ്ദം കൊടുക്കും 9 പ്രാവശ്യം. അതുപോലെ വലതു കൈ. ഇപ്പോൾ സോളാർ പ്ലക്സസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ വലതു കൈ മടക്കി പിടിക്കുക. വലതു കൈയുടെ മടക്കിൽ ഇടതു കൈ പത്തി വെച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് വലതു കൈയിലെ തള്ളവിരൽ ഷോൾഡറിൽ തൊടിവിക്കാൻ ശ്രമിക്കുക. ഇതും ഒരു 9 തവണ ചെയ്യുക. ഇത് ഇടതു കൈയിലും ആവർത്തിക്കുക. അങ്ങനെ ഒരു 5 തവണ 2 കൈയിലും മാറി മാറി ചെയ്തതിനു ശേഷം 2 കൈയിലും ഇത് വീണ്ടും ഇപ്രകാരം ആവർത്തിക്കുക. ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് ശരിയായി, അത് ഫ്ലെക്സിബിളായി, അത് സോളാർ പ്ലക്സസിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതിനുശേഷം 1 സ്പൂൺ ഇഞ്ചി നീര്, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, അല്പം ഉപ്പ് കലർത്തിയ 1 ഗ്ലാസ് ചൂടുവെള്ളം കഴിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ആഹാരം കഴിക്കാം. ഒഴിഞ്ഞ വയറിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഉച്ചതിരിഞ്ഞാണെങ്കിൽ ആഹാരം കഴിച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോളാർ പ്ലക്സസിനെ റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ഏതൊരു രോഗാവസ്ഥയിലും നമ്മൾ സോളാർ പ്ലക്സസിനെ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ മോചനം നേടാനും ആ രോഗാവസ്ഥയുടെ കാഠിന്യം കുറയുന്നതിനും സഹായിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു വിശേഷവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.